കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് പ്രഭാതത്തിൽ തിരിക്കുക. എബ്രായർക്കിന് ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങൾ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചും കൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ സ്തോത്രം ആത്മീയ ലോകത്ത് സംഭവിക്കേണ്ട ഒരു മാറ്റത്തെയാണ് ഇന്ന് രാവിലെ സമയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ തലമുറ, പ്രത്യേകിച്ച് വിശ്വാസ മക്കൾ ഇല്ലെങ്കിൽ ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്ന നമ്മളെല്ലാവരും ഈ തലമുറ ആത്മീകത്തിൽ യഥാർത്ഥ ദൈവിക ആത്മീകതയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളെല്ലാവരും ആത്മീയരാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് നമ്മൾ പറയും. പക്ഷേ ട്രൂലി യാഥാർത്ഥ്യമായി നമ്മൾ ആത്മീകരാണോ ഇല്ലെങ്കിൽ ഒറിജിനലായിട്ട് നമ്മൾ ആത്മീകരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇന്നത്തെ കാലം വന്നു നിൽക്കുകയാണ്. ഒരുവൻ ആത്മീകനെന്ന് ചിന്തിക്കണമെങ്കിൽ അവനിൽ ദൈവവചന പ്രകാരം നടക്കേണ്ട ചില അടയാളങ്ങളുണ്ട്, ചില ചേഞ്ചുകളുണ്ട്, മാറ്റങ്ങളുണ്ട്. ഒരുവൻ മാനസാന്തരപ്പെട്ടു എന്ന് നമുക്ക് തോന്നണമെങ്കിൽ അവനിൽ നടക്കേണ്ട ചില മാറ്റങ്ങളുണ്ട്. സ്തോത്രം. അത് ഹൃദയത്തിൽ നിന്ന് മാറി വന്നെങ്കിലേ അവൻ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ സ്നാനപ്പെട്ടു, ദൈവപൈതലാണ്, മനസാന്തരപ്പെട്ടു എന്നൊക്കെ നമുക്ക് പറയുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ഒരാൾ വിശ്വാസിയായി കഴിഞ്ഞാൽ അവനിലെ വിശ്വാസത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പലരും ചെയ്യേണ്ടതിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യമായി ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തെയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നത് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. എബ്രായലേഖനം 10-ാം അധ്യായം 24-ാമത് വാക്യമാണ് നമ്മൾ വായിച്ചത്. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചും കൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചു. അപ്പോൾ കൂട്ടായ്മകളെ ആചരിക്കണം, ഇല്ലെങ്കിൽ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. സഭായോഗം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മളൊക്കെ സാധാരണ പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ പറയുന്ന ഒരു വാചകമുണ്ട്, സഭയിൽ നടക്കുന്ന എല്ലാ യോഗങ്ങളും സഭായോഗങ്ങളാണ്. നമ്മളൊക്കെ പലപ്പോഴും ഞായറാഴ്ച മാത്രം ആരാധിച്ച് പിരിയുന്നവരാണ് അല്ലേ? ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഞായറാഴ്ച മാത്രം വന്ന് 1-2 മണിക്കൂർ അല്ലെങ്കിൽ അങ്ങേയറ്റം പോയി ഒരു 3 മണിക്കൂർ ദൈവസേന ഇരുന്ന്, അതും പലരും കഷ്ടപ്പെട്ടൊക്കെയാണ് ഇരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ചിലരൊക്കെ ആലയത്തിൽ വന്നിരുന്ന് ആരാധിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പെന്തിക്കോസുകാരനായിപ്പോയില്ലേ, അല്ലെങ്കിൽ ചർച്ചയിൽ വന്നുപോയില്ലേ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു പോയില്ലേ, സ്നാനപ്പെട്ടു പോയില്ലേ, ഞായറാഴ്ച ഒന്നൊരു ദിവസം വന്നുപോയല്ലോ എന്ന് ചിന്തിച്ചില്ലെങ്കിൽ അബദ്ധമായി പോയി എന്ന് ചിന്തിച്ച് ദൈവത്തെ ആരാധിക്കുന്ന അനേകര് ഉണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെയോ പാസ്റ്ററെയോ വിശ്വാസിയോ സഭയോ സംഘടനയോ പ്രസാദിപ്പിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. എന്നാൽ തിരുവചനം എന്താ പറയുന്നത്? സ്തോത്രം. ഇതിനൊന്നും വേണ്ടിയല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വരേണ്ടിയത്. പകരം ഈ ദൈവത്തോടുള്ള നമ്മുടെ കൂട്ടായ്മകളെ, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ട് സഭായോഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യരുത്? ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. എന്തിനു വേണ്ടിയാണ് സഭായോഗങ്ങളിലേക്ക് വരണം എന്ന് നമ്മൾ തിരുവചനം നമുക്ക് ഒരു അനുശ്വാസനം നൽകുന്നതെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചും കൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ. അപ്പം സ്നേഹവും സത്പ്രവൃത്തിയും വെളിപ്പെട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആരാധനയ്ക്ക് വരണം. ദൈവമായിട്ടുള്ള കൂട്ടായ്മ നമ്മൾ ആചരിക്കണം. ദൈവസേനയിൽ നമ്മൾ ഇരുന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയണം. എന്നാൽ മാത്രമേ നമ്മൾ എന്ത് വർദ്ധിക്കത്തുള്ളൂ? സ്നേഹം വർദ്ധിക്കത്തുള്ളൂ. സ്നേഹം മാത്രം ഉണ്ടായിരുന്ന കാര്യമുണ്ടോ? ഇല്ല, സത്പ്രവൃത്തിയും കൂടെ വേണം. പലപ്പോഴും ആരാധിക്കുന്നവരാണ് സ്പിരിച്വലി ക്വാളിഫൈഡ് ആണെന്നൊക്കെ പറയുമ്പോൾ പലർക്കും എന്തില്ല? സ്നേഹമില്ല. സ്തോത്രം. അൺകണ്ടീഷണൽ ലവ് ഇല്ല. അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ട് സ്നേഹിക്കാം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഇന്നത്തെ സ്പിരിച്വൽ എല്ലാം മാറിക്കഴിഞ്ഞു. ദൈവമക്കളെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് നാം അങ്ങോട്ട് സ്നേഹിച്ചതിൻ്റെ ബേസിലല്ല. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെപ്പോഴും പലരും നമ്മൾ പിണങ്ങിയിരിക്കാറുണ്ട് അല്ലേ? പലരോട് നമ്മൾ സ്തോത്രം, ഹല്ലേലൂയ, വാശി കാണിക്കാറുണ്ട്, പക കാണിക്കാറുണ്ട്. വിശ്വാസികളായവരുടെ ഹൃദയത്തിനകത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഈ സമയത്ത്, നിങ്ങൾ ഈ പിണങ്ങിയിരിക്കുന്ന ഈ സമയത്ത്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരാളിനോട് പക വെച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് കർത്താവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോകുമോ?
എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അത് സ്തോത്രം, ഹല്ലേലൂയ. നിശ്ചയമായിട്ടും ഞാൻ പറയാം, തിരുവചനത്തിലൂടെ ഞാനിപ്പോൾ ഒരാളുമായിട്ട് പിണങ്ങിയിരിക്കുകയാണ്, ഞാൻ ഒരാളുമായിട്ട് പകവെച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കുക, ഈ സമയത്ത് കർത്താവ് വന്നു കഴിഞ്ഞാൽ പോത്തില്ല. സ്തോത്രം, അത് തിരുവചനം പറയുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഇൻ കേസ് ഞാൻ മരണപ്പെട്ടു പോയ ദൈവരാജ്യത്തിൽ പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ആരോടും പിണങ്ങാതെ സൽപ്രവർത്തിക്കും സ്നേഹവും വർദ്ധിച്ച് ഉത്സാഹത്തോടെ അത് നമ്മളിൽ വർദ്ധിച്ചു വരേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? അല്ല, സഭായോഗങ്ങളെ ഉപേക്ഷിക്കാണ്ട് വിചാരിക്കുന്നത് ഞായറാഴ്ച ദിവസമാണ്. ആരും ആരാധന മുടക്കാതെ നിങ്ങളാൽ കഴിയുന്നിടത്തോളം ആരോഗ്യമുള്ളവരാണെങ്കിൽ നടക്കാൻ നിങ്ങൾ കഴിയുമെങ്കിൽ, അത് സ്തോത്രം, വാഹനത്തിൽ യാത്ര ചെയ്ത് പോകാൻ നിങ്ങൾ കഴിയുമേ, നിർബന്ധമായിട്ട് നിങ്ങൾ ദൈവത്തെ ചെന്ന് ആരാധിക്കുക. അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവെ, അവിടുത്തെ മക്കൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയും കൃപയും മഹത്വവും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരണമേ. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗ്ഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.